CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ISLന്റെ അടുത്ത 11ാമത്തെ സീസണിലേക്ക് വേണ്ടിയിട്ട് ടീമിലേക്ക് എത്തിച്ച ഒരു താരമാണ് മൊറോക്കൻ സൂപ്പർ താരമായ അല്ലെങ്കിൽ നിലവിലെ FC ഗോവയുടെ സൂപ്പർ താരമായ നോഹ സദോയ് എന്ന സൂപ്പർ താരം. നോഹ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായി 2 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചതായിട്ടാണ് ദേശീയ മാധ്യമമായ ദ ബ്രിഡ്ജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ നോഹ സദോയ് എന്ന സൂപ്പർ താരം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് പന്ത് തട്ടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു സീസൺ തന്നെ വളരെ ശുഭകരമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നിലവിൽ താരം FC ഗോവയ്ക്ക് വേണ്ടിയിട്ട് വളരെ നല്ല ഫോമിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫോം താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ കൂടി തുടരാൻ ആവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിലവിൽ ഏതായാലും ഇപ്പോൾ നോഹ സദോയ് എന്ന സൂപ്പർ താരത്തിന്റെ ട്രാൻസ്ഫറിലുള്ള ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ഏതായാലും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് നോഹ സദോയ് എന്ന സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ ISLലെ ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ശ്രമിച്ചിരുന്നത്, മറിച്ച് ISLലെ തന്നെ കരുത്തന്മാരായ മുംബൈ സിറ്റി FCയും താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ രംഗത്തുണ്ടായിരുന്നു എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. മുംബൈയെ മറികടന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നോഹയെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് അവസാനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ സാമ്പത്തിക ശേഷി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സാമ്പത്തിക ശേഷിയാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. എന്നിരുന്നാൽ കൂടി മുംബൈ എന്ന ISLലെ വമ്പൻ ക്ലബായ കരുത്തരായ ക്ലബിനെ ഇത്രയും വലിയൊരു ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ട് അവർക്കെതിരെ നോഹ സദോയിയെ ടീമിലേക്ക് എത്തിക്കുക എന്നത് ചില്ലറ അഥവാ നിസ്സാര കാര്യമൊന്നുമല്ല. ഏതായാലും നോഹയുമായി കൃത്യമായ ആശയവിനിമയം നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് സാധിച്ചു എന്നും അതിനാൽ തന്നെ മുംബൈ സിറ്റി FC എന്ന ISLലെ തന്നെ വമ്പൻ ക്ലബായ ക്ലബിനെ മറികടന്നുകൊണ്ട് താരത്തെ ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ സാധിച്ചു എന്നുമാണ് ഈ ഒരു അവസാനത്തെ ട്രാൻസ്ഫർ റിപ്പോർട്ടായി പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം മുംബൈ സിറ്റി FCക്ക് AFC കപ്പിൽ കളിക്കാനുള്ള യോഗ്യതയുണ്ട്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ടെക്നിക്കലി പരിശോധിക്കുകയാണെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ടീം കൂടിയാണ് മുംബൈ സിറ്റി FC. എന്നിട്ട് പോലും മുംബൈയേക്കാൾ ബ്ലാസ്റ്റേഴ്സിന് നോഹ സദോയ് എന്ന സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഏതായാലും അടുത്ത ISLന്റെ 11ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുൻപന്തിയിൽ അഥവാ മുന്നേറ്റ നിരയിൽ ലൂണക്കൊപ്പം നോഹ സദോയ് കൂടി ചേരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര ശക്തമാവുമെന്ന് നമുക്ക് ഉറപ്പ് തന്നെയാണ്. അതേസമയം നിലവിൽ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുമുള്ള ഒരു സംശയമുണ്ട്, അടുത്ത സീസണിൽ അഥവാ ISLന്റെ 11ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് പന്ത് തട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം. ആ ഒരു സംശയം ഇതുവരെ ആയിട്ട് ആരാധകർക്കും കൂടാതെ തന്നെ റിപ്പോർട്ടേഴ്സിനും മനസ്സിലായിട്ടില്ല. കാരണം ഇതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പോലും അഥവാ ചെറിയൊരു സൂചന പോലും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു താരം അഥവാ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് എന്ന ഗ്രീക്ക് താരം കേരള ബ്ലാസ്റ്റേഴ്സ് FC വിടുമോ വിടില്ലയോ എന്ന ചോദ്യത്തിന് ഇതുവരെയായിട്ടും ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. അതിപ്പോഴും സംശയത്തിൽ തന്നെയാണ്. ഏതായാലും ഇതിലും മൂർച്ചയോടെ അഥവാ ഇതിനും വലിയൊരു ശക്തിയോടെ ISLന്റെ 11ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചെല്ലാമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു അവസാനമുള്ള 28 ദിവസത്തെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ വീഡിയോ കണ്ടുപോകുന്ന 82% ആളുകൾ ഈ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചതിന് മാത്രം ഈ ഒരു വീഡിയോ തുടർന്ന് കാണുവാൻ അഥവാ അടുത്ത വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഏതായാലും അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.